ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക്. എനിക്ക് 2-3 കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു ഈ പിക്ചേഴ്സിൽ ബാക്ക്ഗ്രൗണ്ട് എങ്ങനെയാണ് റിമൂവ് ചെയ്യുന്നതെന്ന് ചോദിച്ചിട്ട്. അപ്പോൾ അത് എങ്ങനെയാണെന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാനിന്ന് വന്നത്. പക്ഷേ ഇതിലൊരു വൻ ട്വിസ്റ്റ് ഉണ്ട്. ഞാൻ അധികം ഒന്നും ഫോട്ടോസ് അങ്ങനെ ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്തിട്ടില്ല. ഇതുപോലെ കാർട്ടൂൺ പിക്ചേഴ്സ് ആകെ 1-2 ചെയ്തിട്ടുള്ളൂ. അപ്പോൾ അതിൽ ഒരു പ്രാവശ്യം ചെയ്തതാണ് ഈ സ്പൈഡർമാൻ്റെ ഒരു ഇമേജ്. ഇത് ഞാൻ പിൻട്രസ്റ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തെടുത്തിട്ട് ചെയ്തതാണ്. അപ്പം നോർമൽ ആ ഇമേജ് അങ്ങനെയായിരുന്നു, ഒരു ബ്ലാക്ക് ബാക്ക്ഗ്രൗണ്ടിലായിരുന്നു ഉണ്ടായിരുന്നത്. അതങ്ങനെ ഇതേ ബാക്ക്ഗ്രൗണ്ടൊക്കെ റിമൂവ് ചെയ്തിട്ട് ഇതുപോലെ ഇങ്ങനെ വന്നിട്ടുണ്ട്. ഈ ഒരു സ്പൈഡർമാൻ്റെ ആ ഒരു ഷേപ്പ് മാത്രമായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെയാണ് ഞാൻ ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്താൽ എനിക്ക് റിസൾട്ട് കിട്ടാറ്. അപ്പോൾ ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഞാൻ ഇങ്ങനെ ചെയ്യുന്നത് എന്ന് ആദ്യം പറഞ്ഞുതരാം. ഗൂഗിളിൽ പോയിട്ട് remove.bg എന്ന് ടൈപ്പ് ചെയ്താൽ ഇതുപോലൊരു ഓപ്പണായി വരും. ഇതിൽ അപ്ലോഡ് ഇമേജ് ടച്ച് ചെയ്താൽ നമുക്ക് നമ്മുടെ ഗാലറിയിലുള്ള ഫോട്ടോസൊക്കെ കാണാം. അതിൽ ആ ബ്രൗസ് എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്താൽ ഇതുപോലെ നമ്മുടെ എല്ലാ ഫോട്ടോസും വരും. അതിൽ നിന്ന് നമുക്ക് വേണ്ട ഫോട്ടോ സെലക്ട് ചെയ്യാം. അപ്പോൾ ഇതുപോലെ ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ആവുന്നൊരു പ്രോസസ്സ് ഉണ്ട്. അതൊരു കുറച്ച് ടൈം, ഒരു 1 മിനിറ്റ് പ്രോസസ്സാണ്. അങ്ങനെ ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ആയി കഴിഞ്ഞാൽ നമുക്ക് താഴെ ഡൗൺലോഡ് കൊടുക്കാം. അപ്പോൾ മേലെ ഡൗൺലോഡ് കംപ്ലീറ്റ് എന്ന് എഴുതി കാണിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മൾ ഈ ഡൗൺലോഡ് ചെയ്തിട്ടുള്ള ഇമേജ് ക്യാൻവയിൽ തന്നെ പോയിട്ട് ഒന്നുകൂടി നമുക്ക് ആഡ് ചെയ്ത് നോക്കാം. ഇങ്ങനെ റീസെൻ്റ് ക്ലിക്ക് ചെയ്താൽ നമുക്ക് ഏറ്റവും ലാസ്റ്റ് നമ്മൾ സേവ് ചെയ്ത ഇമേജ് കിട്ടുമല്ലോ. അപ്പോൾ അത് ആഡ് ചെയ്യുമ്പോൾ ഇത് പഴയ പോലെ തന്നെയാണ് വരുന്നത്. അത് എന്തുകൊണ്ടാണ് സംഭവിച്ചതെന്ന് എനിക്ക് അറിഞ്ഞൂടാ. അപ്പോൾ നിങ്ങൾ ഇതുപോലെ ഒന്ന് ഗൂഗിളിൽ കയറിയിട്ട് ട്രൈ ചെയ്ത് നോക്കും. നിങ്ങൾക്ക് ശരിയായിട്ട് വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റിലൂടെ പറയണം കേട്ടോ. ഞാൻ 1-2 കമൻറ്റ് വന്നതുകൊണ്ടാണ്, ഞാനിത് ചെയ്യണ്ടെന്ന് വിചാരിച്ചതാണ് ഇങ്ങനെ ആയതുകൊണ്ട്. പക്ഷേ 1-2 കമൻറ്റ് വീണ്ടും വന്നതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇത് ഫെയിലായിട്ടും ചെയ്യാൻ കാരണം. ഇനിയിപ്പോൾ ഞാൻ ചെയ്തതിൽ തന്നെ ഏതെങ്കിലും സ്റ്റെപ്പ് വിട്ടുപോയിട്ടാണോ? എൻ്റെ ഓർമ്മ പ്രകാരം ഞാനിങ്ങനെ ഒന്നും ഒരു വീഡിയോ കണ്ടിട്ടോ അല്ലെങ്കിൽ ഒരാൾ പഠിപ്പിച്ച് തന്നിട്ടോ ചെയ്യുന്നതല്ല. ഒക്കെ ഇങ്ങനെ സ്വയം സെർച്ച് ചെയ്ത് ഇങ്ങനെ ഒരു സൈറ്റ് ഉണ്ട്, ബാക്ക്ഗ്രൗണ്ട് റിമൂവലിൻ്റെ ഒരു സൈറ്റ് ഉണ്ട് എന്ന് പറഞ്ഞപ്പോൾ അതങ്ങനെ സ്വയം ചെയ്തങ്ങനെ കണ്ടുപിടിച്ചതായതുകൊണ്ട് എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല ഞാൻ അന്ന് ഇതുപോലെ തന്നെയാണോ ചെയ്തതെന്ന്. അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഇങ്ങനെ കമൻറ്റ് ചെയ്തവർ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. നിങ്ങൾക്ക് സക്സസ് ആയിട്ട് കിട്ടിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. എന്നിട്ട് ഞാൻ ചെയ്തതിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ അതും കൂടി ഒന്ന് കമൻറ്റിലൂടെ പറഞ്ഞു തന്നാൽ വലിയ ഉപകാരമായിരിക്കും. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ ബൈ.